ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഒരു ജാതകം നോക്കിയിട്ട് കർമ്മ എങ്ങനെ അറിയാം? ഒരു ജാതകത്തില് നീ എന്തിനെ ചെയ്യാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു, എങ്ങനെ ജീവിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ ജാതകം നോക്കി അറിയാമെന്ന് നോക്കാം. ഇതിന് തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ ഞാൻ നക്ഷത്രങ്ങളുടെ കർമ്മയെ കുറിച്ചൊക്കെ പറയണ്ടായി. ഇതിൽ പറയാൻ പോകുന്ന കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് ഞാൻ പറയണേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 350 പരം വീഡിയോസ് ഉണ്ട്. അതിൽ 100 പരം വീഡിയോസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കേരള അസ്ട്രോളജിയുടെ ഹോരാശാസ്ത്രം, വരാഹമീറിന്റെ ഹോരാശാസ്ത്രം, ദശാധ്യായി, പിന്നെ ഫലദീപിക, സാരാവലി, പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പദ്ധതി, ഇങ്ങനെയൊക്കെയുള്ള പല ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാന പ്രമാണങ്ങള് പാഠലുകളായിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോകളുണ്ട്. ഇതല്ലാതെ തന്നെ തമിഴ് അസ്ട്രോളജിയിലെ പ്രധാനപ്പെട്ട ലോജിക്കലായിട്ടുള്ള ടിപ്സ് ഗുരുമുറയായി പഠിച്ചത് തന്നെ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞിരുന്ന ഒത്തിരി വീഡിയോകളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കണമെങ്കിൽ തന്നെയും നിങ്ങൾ തൊട്ടു മുന്നുള്ള വീഡിയോകൾ ഓരോന്നായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാനലിന്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി. നിങ്ങളുടെ ജ്യോതിഷത്തിന്റെ പഠനത്തിന്റെ ഒരു 50 to 60% ഈ നമ്മളുടെ ചാനൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രധാന കണ്ടന്റിലേക്ക് കിടക്കാം. എങ്ങനെയാണ് കർമ്മയെ അറിയാൻ സാധിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു നക്ഷത്രങ്ങളാണ് കർമ്മ എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കൂടിയും ഞാൻ പരാശരന് പറയാത്ത അതല്ലാത്ത രീതിയിൽ അഷ്ടാഷ്ടമായിട്ട് 8 കേതുവിനെ എടുത്തു മാറ്റി 8 പകുത്ത് ഒരു പ്രത്യേക മെത്തേഡില് അസ്ട്രോളജി കർമ്മയെ പറ്റി ഞാൻ പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു why we should take that. Here it is also the fundamentals of karma based on star which had been founded thousands and thousands years before by Varahamihira or Parashara or the sages. അപ്പൊ നമുക്ക് അത് എടുത്താൽ പോരെ? ഈ റീസെന്റ് ആയിട്ട് 20-21 നൂറ്റാണ്ടിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ അസ്ട്രോളജിയുടെ 90 to 95% ഓഫ് തിയറീസും വളരെ പണ്ടേ ഉണ്ടായതാണ്. ഫണ്ടമെന്റൽ തിയറീസ് അവരത്രയും ഡീപ്പായിട്ട് ഇതിനെ അനലൈസ് ചെയ്യുകയും സിദ്ധറുകള് വാനമണ്ഡലത്തിലൂടെ അവരുടെ സൂക്ഷ്മാകാരം കൊണ്ടുകൊണ്ട് ട്രാവല് ചെയ്ത് കണ്ടുപിടിച്ചതാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇനി പുതിയതായിട്ട് ഈ യുഗത്തിൽ സൂക്ഷ്മാകാരം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നവരൊന്നും ഇനി അങ്ങനെ വാദിക്കുന്നവരുണ്ടെങ്കിലും അതിനൊക്കെ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇതൊക്കെ പരാശരർ പറഞ്ഞിട്ടുള്ള 3-27 9 പകുത്തതില് 9 കേതുവാൽ കൊരുത്ത് ബുധനാൽ അന്ത്യത്തിൽ വയ്ത്തുകൊണ്ട് എടുത്തിട്ടുള്ള ആ കേതു ശുക്രനാദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ എന്ന് പറയുന്നത് അശ്വതിമാവും മൂലം പൂരം പുരാടം എന്നീ ഗണത്താൽ പെടുത്തിയിട്ട് എടുത്തിട്ടുള്ള നക്ഷത്രങ്ങളുടെ കർമ്മ എടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയിരിക്കും. അപ്പൊ രാശിയെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതില് ഓജം വിക്കുമം ചരസ്ഥിര ഉഭയം ധർമാർത്ഥ കാമ മോക്ഷം നെരുപ്പ് നിലം നീർ കാറ്റ് അതുപോലെ തന്നെ ജീവധാതു മൂലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലെടുത്ത് അതിനെ ഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനനം ചെയ്യണം. മനനം ചെയ്ത് നിങ്ങൾ അസ്ട്രോളജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങിയാലാണ് യു ക്യാൻ ഗെറ്റ് ദ ലോജിക് ഓഫ് അസ്ട്രോളജി. ലോജിക്ക് കിട്ടാതെ അസ്ട്രോളജി പറഞ്ഞാൽ പ്രശ്നമാണ്. എല്ലാ പ്രമാണവും ഓർത്തിരുന്നിട്ട് പ്രമാണം വെച്ച് തട്ടാനായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകള് അതേ റേഞ്ചിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പാവപ്പെട്ടവന് ഒരു കുന്തും അറിയാൻ പാടില്ല. നിങ്ങൾ ഈ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന സാധനവും നിങ്ങൾ പറയണം കേട്ടിട്ട് മനസ്സിലാവാനുള്ള ഇത് പ്രമാണമാണ്, ഇതിൽ പറഞ്ഞേക്കണ ഭയങ്കര സംഭവമാണെന്ന് വെച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ മിക്ക ആളുകൾക്കും ആസ്ട്രോളജിയൊക്കെ നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്ന ലോജിക്കൽ അല്ലെങ്കിൽ ചോദിക്കും, എന്തരാണ് നിങ്ങൾ ഈ ശ്ലോകം ഇവിടെ ചൊല്ലിയത് എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് ഞാൻ പറയാൻ പോണെന്ന് ഗ്രഹത്തെ വെച്ചാണ്. അപ്പൊ ഗ്രഹങ്ങളെ വെച്ച് കർമ്മം പറയുന്നത് എങ്ങനെയാ? ഗ്രഹങ്ങളെ വെച്ച് കർമ്മം പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ ചെയ്തികളുടെ കർമ്മങ്ങളുടെ ഗുണത്തെയും ദോഷങ്ങളെയും കാണിക്കുന്നത് തന്നെയാണ് ഗ്രഹനില. ഇപ്പൊ ഒരു ജാതക പ്രകാരം ഇപ്പൊ ലഗ്നം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ, സൂര്യൻ ചന്ദ്രൻ ചൊവ്വ, ബുധൻ ഇവിടെ ഇരിക്കട്ടെ, ബുധൻ വ്യാഴം ഇവിടെ ഇരിക്കട്ടെ, വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം. ഇങ്ങനെ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ ജനിച്ചപ്പോ ഇവിടെ വന്നപ്പോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കർമ്മ ഉണ്ട്.
എന്ത് കർമ്മ? ഇതാണ് ചാർട്ടെങ്കിൽ ഇനി ഒരു സാധനം ഉണ്ട്, ഗുളികൻ. ഇവിടെ ഇരിക്കട്ടെ, ഗുളികൻ. ഇവിടെ രാഹു, ഇവിടെ ഗുളികൻ, ഇവിടെ കേതു കേട്ടോ. തെറ്റിപ്പോരുത്. രാഹുവിന് 7ാം സ്ഥാനത്തായിരിക്കണം കേതു. അപ്പോ ഗുളികൻ ഇത്തരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇത് നോക്കി എങ്ങനെ കർമ്മ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, ഇത് തന്നെയാണ് നിങ്ങളുടെ കർമ്മ. നിങ്ങളുടെ കർമ്മ പ്രത്യേകിച്ച് വേറെ കണ്ടുപിടിക്കാൻ പ്രത്യേക മെത്തേഡിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ ചാർട്ട് മതി. അപ്പൊ ചോദിക്കും വർഗചക്രങ്ങൾ പലതും എടുക്കും. ദരേക്കണ ഹൊര നവാംശ ത്രിംശാംശക ദ്വാദശാംശക ഷോഡശാംശക വിംശാംശക ഇത്തരത്തിൽ പറഞ്ഞിട്ട് ചതുർത്ഥാംശക സപ്താംശക ദശാംശക ഇത്തരത്തിലുള്ള അംശകങ്ങളെല്ലാം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അത് കണ്ടുപിടിക്കാൻ ഒരു പാടും ഇല്ല. നിങ്ങൾക്ക് ഡിഗ്രി മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഗ്രഹം എത്രാമത്തെ ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്ന് അറിഞ്ഞാൽ അതിനെ 30 കൊണ്ട് 30 ഗുണിച്ച് എത്രത്തോളം ആക്കണം എന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഉദാഹരണം 30നെ 30 ഡിഗ്രിയെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1 ആണെങ്കിൽ ഒന്നാമത്തെ കിട്ടണമെങ്കിൽ എത്രയാ? 3/20 എന്ന് പറയുന്നത് 1 നവാംശമാണ്. വളരെ സിമ്പിൾ ആണ്. നവാംശം 6/40 അങ്ങനെ പോകും. 2 നവാംശം 10/3. അതേപോലെ തന്നെ ഇപ്പൊ ദ്വാദശാംശം ആണെങ്കിൽ 2 ഡിഗ്രി 30. അതുപോലെ 5 ഡിഗ്രി 7/30 10 12 എണ്ണം വരും ദ്വാദശാംശം. ഇത്തരത്തില് ഇപ്പൊ ഹോരയാണെങ്കിൽ 2 എണ്ണം ഉള്ളൂ 15 വെച്ചിട്ട്. ത്രിംശാംശമാണെങ്കിൽ 30 ഉണ്ട്. കുജ, രവിജ, ഗുരുജ്ഞ, ശുക്രഭാഗ, പവന, സമീരണ, കോർപ്പി, ജൂഹലേയ, അയുജി, യുജിതുതേ, വിപരീയസ്ത, ശശി, ഭവനാളി, ചഷാന്തം, ഋഷസന്ധി എന്ന് പറയുന്ന പ്രമാണം ഓർത്തിരുന്ന ത്രിംശാംശകം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആണ്. നവാംശത്തെ ഒരുക്കാനായിട്ട് അജമൃഗ തൗലി ചന്ദ്രഭവനായ നവാംശ വിധി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടാ, കുഴപ്പമില്ല. കോംപ്ലിക്കേറ്റഡ് ആശയങ്ങളാണ്, സ്കിപ്പ് ചെയ്യുക. പറയാൻ പോണ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗ്രഹങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മം അറിയാൻ പറ്റും. എങ്ങനെയാ? നിങ്ങൾ ജനിച്ചിട്ടുള്ള ലഗ്നം നോക്കിയാൽ ഇതാണ് നിങ്ങളുടെ ശരീരം ബേസ് ആയിട്ടുള്ള കർമ്മ. നിങ്ങളുടെ സൂര്യനാണ് നിങ്ങളുടെ പിതൃവഴി കർമ്മ. പിതൃവഴി മാത്രമല്ല, സൂര്യന്റെ ഏതൊക്കെ കാരകത്വം ഉണ്ടോ അതുമായി ബേസ് ചെയ്ത എല്ലാ കർമ്മയും സൂര്യനിലാണ്. സൂര്യൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് വരുന്നത്. മാതൃവഴി കർമ്മ ചന്ദ്രനാണ്. സഹോദര വഴി കർമ്മ ചൊവ്വയാണ്. ഇത് നിങ്ങളുടെ മുൻജന്മത്തിലെ മാതാവ് ബേസ് ചെയ്തിട്ടുള്ളത് ചന്ദ്രൻ, മുൻജന്മത്തിലെ പിതാവിനെ ബേസ് ചെയ്തിട്ടുള്ളത് സൂര്യൻ, മുൻജന്മത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ സഹോദരനെ ബേസ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഇത് ഭർത്താവിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ബുധൻ നിങ്ങളുടെ അമ്മാവനെയും സുഹൃത്തുക്കളെയും ബേസ് ചെയ്തിട്ടുള്ളത്. വ്യാഴം നിങ്ങളുടെ ഗുരുവിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ഗുരുക്കന്മാരെ ബേസ് ചെയ്തിട്ടുള്ളത്. ശുക്രൻ പെണ്ണുങ്ങൾക്ക് സഹോദരിയും ആണുങ്ങൾക്ക് ഭാര്യയുമാണ് ശുക്രൻ. ശനി നിങ്ങളുടെ ഭൃത്യന്മാരെയും നിങ്ങളുടെ പരിചാരകന്മാരെയും ബേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഏറ്റവും മൂത്ത ചേട്ടനെ വരെ പറയാം കഴിഞ്ഞ ജന്മത്തിലെ. രാഹുകേതുക്കള് നിങ്ങളുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ കുറിച്ചിട്ടൊക്കെ പറയാം കഴിഞ്ഞ ജന്മത്തിലെ. ഇത് ഉറവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതല്ലാതെ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ നേതൃത്വം ഉള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തെ നയിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓഫീസിനെ നയിച്ചത്, ഇത് കാര്യങ്ങളൊക്കെ സൂര്യനില്. നിങ്ങൾ ചില പ്രത്യേക മേഖലകളിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങളൊരു വൈദ്യനായിരുന്നെങ്കിൽ സൂര്യൻ, നിങ്ങളൊരു മന്ത്രിയോ രാജാവിന്റെ തുല്യനായിരുന്നെങ്കിൽ സൂര്യൻ. ഇങ്ങനെ ഓരോരോ ഗ്രഹത്തിന്റെ കാരകത്വത്തിൽ നിങ്ങൾ മുന്നേ ചെയ്തിരുന്ന കർമ്മ ഇവിടെ ഉണ്ട്. അതിനെ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രം. ഈ 9 ഗ്രഹങ്ങളും ഗുളികനും ഉൾപ്പെടുന്നതും ലഗ്നവും വെച്ചിട്ട് ഡീകോഡ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളുടെ കർമ്മ. അപ്പൊ ഇത് ഡീകോഡ് ചെയ്തെടുക്കാൻ പ്രത്യേക മാർഗം വേണം. ആ മാർഗമുള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാതകം നോക്കുക എന്നുള്ളത്. അപ്പൊ ജാതകം നോക്കുമ്പോ ലഗ്നത്തെ കേന്ദ്രീകരിച്ച് നോക്കണം. ഇതാണ് നിങ്ങളുടെ ഉയർ കർമ്മ, കേന്ദ്ര കർമ്മ. നിങ്ങളുടെ പിറപ്പിന്റെ ഉദ്ദേശം തന്നെ ലഗ്നമാണ്. അപ്പൊ നിങ്ങളുടെ ലഗ്നം നിൽക്കുന്ന രാശി ഏത് രാശിയാണ്, ലഗ്നത്തിന്റെ അധിപൻ ആരാണ്, ഇത് എടുത്തു കഴിഞ്ഞാല് ഒരു തരത്തില് നിങ്ങളുടെ കർമ്മയെ മനസ്സിലാവും. ഇനി കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ലഗ്നം നിന്ന നക്ഷത്രം ഏതാണ്, ആ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്, ആ അധിപൻ എത്രയിൽ നിൽക്കുന്നു, ഇത് വേറൊരു കർമ്മയെ കാണിക്കും. അതായത്
ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഇന്റേണൽ കർമ്മ, എക്സ്റ്റേണൽ കർമ്മ, ഉൾത്തുടർവ് വെളിത്തുടർവ്. ഗ്രഹത്തെ വെച്ചുകൊണ്ട് തൊള്ളേണ്ടത് ഏത്, നക്ഷത്രത്തിന്റെ സാരം വാങ്ങിയവനെ വെച്ചുകൊണ്ട് ചൊല്ലേണ്ടത് ഏതെന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. അതല്ലാതെ നക്ഷത്രത്തെ വെച്ചിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ഇന്ന കർമ്മമാണ്, അതിനെ വെച്ച് ചൊല്ലേണ്ടത് ഏതെന്നുള്ളത് വരുന്നുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾ പഞ്ചഭൂത തത്വം മനസ്സിലാക്കണം. ആ പഞ്ചഭൂത തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മം അറിയാനായിട്ട് ഇത് തന്നെയാണ് അടിസ്ഥാനം. ഉദാഹരണം, നിങ്ങളുടെ തൊഴിൽ എന്തായിരിക്കും, നിങ്ങൾ ഏത് തൊഴിലുമായിട്ട് കണക്ട് ആവുന്ന അറിയാൻ ശനിയെ നോക്കിയാൽ മതി. കർമ്മകാരകൻ ശനി. അയ്യോ, അപ്പൊ നിങ്ങൾ എടുക്കുമ്പോഴേ ദ്വിമണി അമരമന്ത്രി ഭൂസുത സോമ സൗമ്യ ഗുരു ഇനതനയാരോ ഭാർഗവോ ഭാനുപുത്ര എന്ന് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അല്ലെങ്കിൽ താതാശാത്മ പ്രഭാവോ ദ്വിമണി മനോമാതരോ ശീതരശ്മിർ താതാ സത്വഞ്ച ഭൗമ ക്ഷീരവിഭജനം ജ്ഞാനമിന്തോ സനുജാന്ന് എടുത്താലും പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല. എല്ലാ കാലഘട്ടങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ എപ്പോഴും ജ്യോതിഷന്മാർക്ക് ആദ്യം പഠിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ വെച്ച് പറയാന്നുള്ള ഓവർ കോൺഫിഡൻസ് വരും. ഒരു 2 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം ഒക്കെ പഠിക്കുന്നവർക്ക്. ഈ 10, 15, 20 കൊല്ലം പഠിക്കുന്ന ആളുകളെ ഒരു 20, 25 കൊല്ലമൊക്കെ ആകുമ്പോൾ നമ്മളുടെ തല ഇങ്ങനെയൊന്ന് ആലോചിക്കും, അതിൻ്റെ ഉള്ളിൽ ഏതാവാം ഓവറായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് പിശാച എന്ന് പറയും. ഇത് പഠിച്ചാൽ വീണ്ടും 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 ഇങ്ങനെ തിങ്ക് ചെയ്ത് ഏത് ആംഗിളിൽ വീക്ഷിക്കണം, ഏത് ആംഗിളിൽ നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ മിക്കവാറും ജ്യോതിഷന്മാർക്കൊക്കെ വരും, നല്ലോണം പഠിക്കണമെങ്കിൽ. അല്ലെങ്കിൽ വന്നതും ഇതും നമ്മൾ ഈ ചാർട്ട് വെച്ചിട്ട് തന്നെ പറയാനായിട്ട് നോക്കണ്ടേ, അപ്പോഴാണ് ഇത് വരുന്നത്. കാരണം പല പോസിബിലിറ്റീസ് ആയിരിക്കും നമ്മൾ കാണാൻ സാധിക്കുക. ഒരാൾ നേരിട്ട് വരികയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല, അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഏറെ ഈസി ആയിട്ട് ബലം പറയാൻ സാധിക്കും. നമ്മളൊരു ചാർട്ട് മാത്രം വെച്ചിട്ട് ബലം പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കേണ്ടത് ആവശ്യം വരും. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ വരുമ്പോൾ ഞാൻ മിക്കവാറും പറയുന്നത് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമ്മളിരുന്ന് ഇങ്ങനെ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏത് കർമ്മ ഏത് സമയത്ത് ബലിക്കും എന്നുള്ളതിന് ഒരു കാലഗണനയുണ്ട്. ആ കാലഗണനയും കൂടി കൂട്ടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മുൻജന്മത്തിൽ നിങ്ങൾ ഇന്ന സമയത്ത് ചെയ്ത ഓരോരോ കർമ്മ, ഒരാളെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വെട്ടിക്കൊന്നെങ്കിൽ അത് ചൊവ്വയുടെ കർമ്മയിൽ ആയിട്ടുണ്ട്, അത് ഇന്ന ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് കാണിക്കും നെഗറ്റീവ് കർമ്മയാണോ പോസിറ്റീവ് കർമ്മയാണോ. അത് എപ്പോഴനുഭവിക്കുന്നുള്ളത് ദശാബുദ്ധി ചാരവശാലുള്ള കാലങ്ങളെ കൊണ്ട് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം തന്നെ റീഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. പക്ഷെ ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ച് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പറയാൻ പറ്റുന്ന ആളുടെ അടുത്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ ലെവലിൽ തന്നെയാണ് നിൽക്കത്തുള്ളൂ. അപ്പൊ പലതും വളരെ ക്ലിയർ ആയിട്ട് ഒത്തുവരുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കർമ്മ ഏത് സമയത്ത് എങ്ങനെ വരുന്ന നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒത്തു നോക്കി ഏറെക്കുറെ ഒത്തുവരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ ബലം പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടോ, പറഞ്ഞാൽ ശരിയാവില്ലെന്ന്. പിന്നെയും ഇത് നോക്കി നമ്മൾ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അറ്റ്ലീസ്റ്റ് അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ബലമെങ്കിലും പറഞ്ഞാൽ ശരിയാവണ്ടേ, അതിന് ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇങ്ങനെ മാത്രമല്ല കർമ്മ ചിന്തിക്കണത്, പല ആംഗിളിലൂടെ വീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കർമ്മ ജ്യോതിഷം തന്നെ നിങ്ങളുടേതായിട്ട് ഉണ്ടാക്കാനും സാധിക്കും. ഞാനിപ്പോൾ കർമ്മയെ കുറിച്ച് തന്നെ കുറെ വീഡിയോസ് ആയി ചെയ്യണത്. ഇനിയും ഇഷ്ടംമാതിരി വീഡിയോസ് നമുക്ക് കാണാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.